Hi friends, എല്ലാവർക്കും Extinguisher for Engineering ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നാം ഒരു ക്രാഷ് കോഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫയർ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബേസിക് ലെവലിൽ ഈ ഒരു വീഡിയോയിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, എക്സിറ്റ് സൈൻസ്, എമർജൻസി ലൈറ്റിംഗ്, എമർജൻസി വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം, ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം, ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആൻഡ് ലാസ്റ്റ് സ്മോക്ക് കൺട്രോൾ ആൻഡ് സ്മോക്ക് മാനേജ്മെന്റ് സിസ്റ്റം, എല്ലാ ഫയർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബേസിക് ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, എസ്പെഷ്യലി ബിഗിനേഴ്സിന്, ഇന്റർവ്യൂസിനോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനോ പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വളരെ ബേസിക് ലെവലിൽ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് നാം ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ടൈപ്പാണ് മെയിൻലി. അതൊന്ന് ബിഗിനേഴ്സ്, അവർ ഇൻ്റർവ്യൂസിനും അതല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബേസിക് ഐഡിയാസ് കിട്ടുവാൻ വേണ്ടി വീഡിയോ സെർച്ച് ചെയ്ത് കാണുന്നവരും, രണ്ടാമത്തത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഡൗട്ട് ക്ലാരിഫിക്കേഷനും വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കുന്നവരും. രണ്ടാമത്തെ ടൈപ്പ് ആളുകൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ നാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നാം വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് ബേസിക് ലെവലിൽ ബിഗിനേഴ്സിന് എല്ലാ ഡീറ്റെയിൽസും ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫയർ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വളരെ ബേസിക് ലെവലിൽ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കുക. നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഒരു ഫയർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ലെവലിൽ കോമൺലി നാം യൂസ് ചെയ്യുന്ന ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അതാണ് നമ്പർ 1. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് തന്നെ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെല്ലാം ക്ലാസ് ഫയറിൽ ഏതെല്ലാം ടൈപ്പ് എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്കറിയാം, ഒരു ഫയർ കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു മാളിൽ അതല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഫയർ കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ നോർമൽ കേസിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒക്യുപ്പൻസിന് സൈനേജ്, എക്സിറ്റ് എവിടെയാണ്, എക്സിറ്റ് ഡോർ എവിടെയാണ്, സ്റ്റെയർ കേസ് എവിടെയാണ്, അങ്ങനെയുള്ള പ്രോപ്പർ സൈനേജ് പ്ലസ് കോറിഡോറിലും സ്റ്റെയർ കേസിലൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം ബാറ്ററി ബാക്കപ്പിൽ റിക്വയർഡ് ആണ്. അതാണ് നമ്മുടെ 2 and 3 എക്സിറ്റ് സൈൻസ് ആൻഡ് എമർജൻസി ലൈറ്റിംഗ് സിസ്റ്റം. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ എവിടെയെങ്കിലും ഫയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് അവിടെയുള്ള എല്ലാ ആളുകളെയും ഇൻഫോം ചെയ്യുന്ന ഒരു ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം വേണം. അതോടൊപ്പം തന്നെ എമർജൻസി വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം വേണം. നാം ഡിഫറെന്റ് ഏരിയാസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിറ്റക്ടേഴ്സ് ഫയർ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് സെൻസ് ചെയ്ത് അത് കൺട്രോൾ പാനൽ ആൻഡ് സ്പീക്കർ അല്ലെങ്കിൽ സൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബെൽസ് ത്രൂ ആളുകൾക്കൊക്കെ അത് വാണിംഗ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇവാക്യുവേഷൻ പർപ്പസിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു എമർജൻസി വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റവും ബിൽഡിംഗ്സിൽ നാം ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നാം നോർമൽ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഫയർ കണ്ടീഷനിൽ എക്സിറ്റ് സൈനും എമർജൻസി ലൈറ്റിംഗും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവാക്യുവേഷൻ സിസ്റ്റവും നമുക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം, അലാറം സിസ്റ്റം നമുക്ക് വാണിംഗ് തരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ ആക്ടിവിറ്റിയും സൈസും അതിന്റെ ഹൈറൈസ് മിഡ്റൈസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഹോസറിയിൽ അതല്ലെങ്കിൽ നമ്മുടെ സ്പ്രിംഗ്ലേഴ്സ്, ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതോടൊപ്പം തന്നെ LPG ഗ്യാസോ അതല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റവും നാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രോപ്പർ സ്മോക്ക് കൺട്രോൾ ആൻഡ് സ്മോക്ക് മാനേജ്മെന്റ് സിസ്റ്റം വേണം. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങിൽ ഫയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിനകത്ത് ഒരു കിച്ചണിൽ ഫയർ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫയർ കണ്ടീഷൻ നമ്മുടെ സ്റ്റെയർ കേസിനകത്തേക്ക് സ്പ്രെഡ് ആവാൻ പാടില്ല. കാരണം ആ ഒരു സ്റ്റെയർ കേസിലൂടെ നമുക്ക് ഇവാക്യുവേഷൻ പർപ്പസ് ഈസിയാണ്. നിങ്ങൾക്കറിയാം, ഇൻ കേസ് ഓഫ് ഫയർ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യില്ല. ആ ഒരു ബിൽഡിങ്ങിൽ റിസർവ്ഡ് ഫയർ ലിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റെയർ കേസ് ത്രൂ എസ്കേപ്പ് ആവാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒരു സ്റ്റെയർ കേസ് പ്രഷറൈസേഷൻ അതല്ലെങ്കിൽ സ്മോക്ക് എക്സ്ട്രാക്ഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള സ്മോക്ക് കൺട്രോൾ ആൻഡ് സ്മോക്ക് മാനേജ്മെന്റ് സിസ്റ്റവും ഒരു ബിൽഡിങ്ങിൽ ആവശ്യമാണ്. ഇത്രയൊക്കെയാണ് ഒരു ഫയർ സിസ്റ്റത്തിന്റെ ബേസിക്സ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് 1 by 1 ആയിട്ട് വളരെ ബേസിക് ലെവലിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.